ഞാനേ വലിയ മെനയില്ലാതെ നിൽക്കണം, അപ്പോഴാണ് അടുക്കള. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണി. പക്ഷേ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്ന ഷെഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ചൂട് എന്തൊക്കെയോ കൂടുതലാണ്, കുറവൊന്നുമില്ല. ചോറിടുമ്പോഴത്തേക്ക് ശരിയാണ്, കുഴപ്പമില്ല. മാറ്റിട്ട് ഒന്ന് മാറിക്കേ. നമ്മൾ കൊഞ്ച് കറി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ചോറ് തട്ടുന്നു, അതാണ് കൊഞ്ച് ബിരിയാണി. ഈ ചോറ് നമ്മൾ തട്ടുന്നു ഗൈസ്. ഇതാണ് കൊഞ്ച് ബിരിയാണി. കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഇങ്ങനെയും ബിരിയാണി ഉണ്ടാക്കാം. കൊഞ്ച് കറി വയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. ചിക്കൻ കറി പോലെ ഉണ്ടാക്കിയാൽ മതി. ചിക്കനും പകരം കൊഞ്ചിട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ റൈസ് അതിലേക്ക് തട്ടുക. ആ കൊഞ്ചിൻ്റെ മുകളിലേക്ക് റൈസ് തട്ടുക. എന്നിട്ട് വീണ്ടും ആ റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന കൊഞ്ച് തട്ടുക. ഇങ്ങനെയാണ് നമ്മൾ കൊഞ്ച് ദം ബിരിയാണി. അമ്മയല്ലേ ഇത് കണ്ടുപിടിച്ച? അമ്മ ഒരു പേര് പറ. ഈ ബിരിയാണിക്ക് അമ്മ തന്നെ ഒരു പേര് പറ. അപ്പോൾ കണ്ടോ, ദമ്മാക്കുകയാണ്. ഇനി വീണ്ടും അതിൻ്റെ പുറത്തേക്ക് നമ്മൾ റൈസ് തട്ടും. അമ്മ എന്തോന്നാണ് ഉദ്ദേശിക്കുന്നത്? വെച്ചോ. ഓക്കെ, വീണ്ടും നമ്മൾ അതിലേക്ക് റൈസ് തട്ടിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഫുൾ റൈസ് അമ്മ കുറച്ച് മതി, അമ്മ ഒരുപാട് തട്ടണ്ട. ഇനി അതിലേക്ക് നമ്മൾ വീണ്ടും കൊഞ്ച് തട്ടും. ഈ സമയത്ത് നമ്മൾ അടുപ്പ് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് സംശയം തോന്നും. അടുപ്പ് കത്തുന്നുണ്ടോ? അടുപ്പ് ഓഫാണോ? അല്ല, ഓണാണ്. അങ്ങനെ നമ്മൾ എല്ലാ കൊഞ്ചും തട്ടിക്കഴിഞ്ഞതിന് ശേഷം മൂടി വയ്ക്കുക. 5 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴത്തേനും നിങ്ങൾ കാത്തിരുന്ന കൊഞ്ച് ബിരിയാണി റെഡി ആയിരിക്കുന്നു. ഇതിനൊന്നും കുറവൊന്നുമില്ല. മല്ലിയില ദമ്മൊക്കെ ചെയ്തു. കിസ്മിസും അണ്ടിപ്പരിപ്പൊന്നും ഇടണില്ലേ? എനിക്കിഷ്ടമല്ല ഗൈസ്, അതുകൊണ്ട് കിസ്മിസ് എനിക്കിഷ്ടമല്ല. പക്ഷേ അണ്ടിപ്പരിപ്പ് ഇടാമായിരുന്നു. കൊഞ്ച് ബിരിയാണി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കൊഞ്ച് ഫ്രൈ. ഭയങ്കര വലുത് കൊഞ്ച് തന്നെ. കൊഞ്ചിൻ്റെ ഇനത്തിൽപ്പെട്ട വേറെ എന്തെങ്കിലും ആണോ ഇനി? ആക്ച്വലി അമ്മ ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ കൊഞ്ച് കറി വെച്ചപ്പം വെള്ളം കൂടിപ്പോയി. അപ്പോൾ ബിരിയാണി ആക്കാൻ വിചാരിച്ചു. എടുത്തോളൂ. ആവിയും പുകയൊന്നും വന്നില്ലല്ലോ, നോർമലി എങ്ങനെയാണല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു. നമ്മൾ ആ ദോശക്കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ദം ബിരിയാണിയായി. ഞാൻ അങ്ങനെയൊക്കെയാണ് ദം ബിരിയാണി ചെയ്യണത്. ഓക്കെ ഗൈസ്, നമ്മുടെ കൊഞ്ച് ബിരിയാണി സെറ്റായിട്ടുണ്ട്. കൊഞ്ച് മാത്രം കാണാനില്ല, പൊരിച്ചൊരു കൊഞ്ച് മാത്രം ഇതിരിപ്പുണ്ട്. ഓക്കെ കൊഞ്ച് നൈസ്. അപ്പം നമുക്ക് കൊഞ്ച് ബിരിയാണി വെച്ച് ഒരു പിടിക്കാം. കുറച്ച് തൈരും കൂടി കൊട്ടി പപ്പടം കുറച്ച് കുഴച്ച് കൊള്ളാം.